ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മാഞ്ചസ്റ്റർ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അധികം ദിവസമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം വീട് എത്താറായി വരുന്നു. ഒരു സെക്കൻഡ് വീക്ക് ഓഫ് ജാനുവരിയിൽ നമ്മൾ ലേഡീസ് ഓൺലി ട്രിപ്പ് പോവുമല്ലേ തായ്ലാൻഡിലേക്ക്. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് എത്തിയല്ലേ പറ്റുള്ളൂ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രാവൽ ഡോക്ടർ ലക്ഷ്മിനാഥ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാവൽ പ്രോഗ്രാമിൻ്റെ റീസെൻ്റ് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഞാനിത് ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു അതിൻ്റെ സൗണ്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഓഡിയോയ്ക്ക് അത്ര ക്ലിയർ ആയില്ലായിരുന്നു. ഞാനന്ന് ദുബായിൽ വെച്ചിട്ടാണ് അത് ധൃതി പിടിച്ചിട്ടാണ് അന്ന് അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് ആ ഒരു വീഡിയോ ഇട്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരുപാട് കംപ്ലയിൻസ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏതോ ഒരു വീഡിയോയുടെ ഇടയിൽ മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് എക്സാക്റ്റായിട്ട് എന്താണ് പറയാനുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലേഡീസ് ഓൺലി ട്രിപ്പായിട്ടാണ് ഇത് കൺസീവ് ചെയ്തതെങ്കിലും ഈ ഒരു പ്രോഗ്രാം ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് കൊണ്ടുപോകുമോ, അച്ഛനമ്മ കുട്ടികളായിട്ട്, പിന്നെന്താ പറയുക, പ്രായമുള്ള അമ്മമാരുള്ള വീടുകളിൽ നിന്ന് അവരുടെ മക്കളുടെ ചെറുമക്കൾ, അങ്ങനെ ആ ഗ്രൂപ്പായിട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും മാത്രമുള്ള കപ്പിള്, അങ്ങനെയുള്ളവർക്കൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് പേർക്കൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളിങ്ങനെ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സത്യത്തിൽ ഞാനല്ല കേട്ടോ കണ്ടക്ട് ചെയ്യും, ഞാനുണ്ടെന്നേ ഉള്ളൂ. ഐ എം ഓൾസോ പാർട്ട് ഓഫ് ദി ഗ്രൂപ്പ്, അത്രേ ഉള്ളൂ. ഇത് ഈസ്റ്റ് വിങ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഈസ്റ്റ് വിങ് ട്രാവൽസ് ആണ് ഇത് ചെയ്യുന്നത്. അവരുടെ പ്രോഗ്രാമാണ് ഈസ്റ്റ് വിങ് ട്രാവൽസ്. അവർ ദുബായ് ബേസ്ഡ്, സമർക്കണ്ടാണ് അവരുടെ ശരിക്കും ബേസ്. ദുബായിൽ ഓഫീസുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നാട്ടിൽ ട്രിവാൻഡ്രത്തൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അടുത്ത് തന്നെ. പിന്നെ ഗോവയിലൊരു ഓഫീസ് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈസ്റ്റ് വിങ്ങിൻ്റെ ആണ് ഈ പ്രോഗ്രാം. അവരാണ് ഈ സ്ഥലം കണ്ടുപിടിക്കുന്നത്, അയച്ചിനത് പ്രിപ്പയർ ചെയ്യുന്നത്, എല്ലാവരാണ്. അപ്പം ഞാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഓക്കെ, ഐ എം ഓൾസോ ബീങ് പാർട്ട് ഓഫ് ദി ഗ്രൂപ്പ്. ഓക്കെ, എന്നോടൊപ്പം ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം വരുന്നോ എന്നല്ലേ ഞാൻ ചോദിക്കുന്നത്. ഞാൻ പോകുന്നുണ്ട്, അതോടൊപ്പം നിങ്ങളും കൂടി വരുന്നു. അപ്പോൾ എന്നോടൊപ്പം യാത്ര ചെയ്യാൻ അനുക്കുട്ടി മോളും കൂടി ഇപ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ കുറേ പേരിങ്ങനെ ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതെല്ലാവരും തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് പോകുന്ന സ്ഥലമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർക്ക് അങ്ങനെ ഒരു സംശയം. പക്ഷേ തായ്ലൻഡ് എല്ലാവരും പോകുന്ന പോലെ അല്ല, ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇത് പോകുന്നത്. ഇതിൽ കൂടുതലും കുളിനറി ആയിട്ട്, അതായത് ഫുഡിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഉണ്ടാക്കുന്ന രീതി, അവിടുത്തെ സ്പെഷ്യാലിറ്റീസ്, ലോക്കൽ ഫുഡ്, അങ്ങനെയൊക്കെ ഫോക്കസ്ഡ് ആയിട്ടാണ് പോകുന്നത്. തായ് ഫുഡ് അത്രയും ഫേമസും ആണല്ലോ. പിന്നെ മാത്രമല്ല ക്രാബി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്, അവിടെ വെറുതെ പോകുന്നതല്ല. പിന്നെ അതുപോലെ ഫുക്കറ്റ് ആണെങ്കിലും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. പിന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു പ്രൈവറ്റ് യോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ്, കുറേ ആൾക്കാരുടെ കൂടെ അല്ല നമ്മൾ ആ സീയിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്നത്. ആ ബ്യൂട്ടിഫുൾ ബ്ലൂ സീയിലൂടെയൊക്കെ നമ്മൾ പോകുന്നു, സ്വന്തമായിട്ട് നമ്മൾ ഫിഷ് ചെയ്യുന്നു, ആ പിടിക്കുന്ന മീൻ അവിടെ തന്നെ കുക്ക് ചെയ്ത് കാണിക്കുന്നു, നമുക്ക് കൂടെ ഇൻവോൾവ് ചെയ്യാം, കഴിക്കാം. അങ്ങനെയുള്ള കുറേ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു വലിയൊരു ഷോ അവിടെ നമ്മൾ കാണാൻ പോകുന്നു. അതൊരു ഭയങ്കര ഒരു സ്റ്റേജ് ഷോ ആണ്. പിന്നെ അതുപോലെ ഒരു 10,000-4,000 പേർക്ക് ഒരേ സമയം ബുഫേ കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റും 400 വെയിറ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഒരു എൻറ്റയർലി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ഐറ്റിനറിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുള്ളി ഡൺ. പിന്നെ നൈറ്റ് മാർക്കറ്റ്, പിന്നെ അവിടുത്തെ ലോക്കൽ ഫുഡ്, അഗെയിൻ എക്സ്പ്ലോറിങ് ഇങ്ങനെ കറങ്ങി നടക്കാമല്ലോ ഇഷ്ടം പോലെ. 4 ദിവസമാണ്, പക്ഷെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്, ബ്യൂട്ടിഫുള്ളി ഡൺ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പം നിങ്ങൾ വന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ കപ്പിളായിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി ഇതൊരു ഭയങ്കര സ്ഥലമല്ലേ, അപ്പോൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള കപ്പിളും കൂടിയൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ കപ്പിളായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ, അച്ഛനും അമ്മയും 2 കുട്ടികളോ, ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ടീനേജ് കുട്ടികളുണ്ടെങ്കിൽ, എനി ഏജ് ഗ്രൂപ്പ് ഈസ് ഓക്കെ, പ്രൊവൈഡഡ് ഒരു ഫാമിലി ആയിരിക്കണം അല്ലെങ്കിൽ ഒരു കപ്പിളായിരിക്കണം, അത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ ലേഡീസ് ഒള്ളി ആണ്. അപ്പോൾ ലേഡീസ് ഒള്ളി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ കുറേ ലേഡീസ് ഒള്ളി മാത്രം ഉണ്ട് ഇതിനകത്ത്, കുറച്ച് സ്ത്രീകൾ മാത്രം വരുന്നത്. അപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇത് ഓൺ അറൈവൽ ആണല്ലോ വിസ, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റും, പ്രശ്നമില്ല. ഇത് 14-ാം തീയതി രാത്രി, ദാറ്റ് ഇസ് 15th ഓൺവേർഡ്സ് ആണ്. കൊച്ചിയിൽ നിന്നാണ് ഡിപ്പാർച്ചർ. 15, 16, 17, 18, 19, 19-ാം തീയതി രാത്രി, 20-ാം തീയതി ആകുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലെത്തും. അപ്പോൾ ഒരു 4 to 5 days ആണ്, 5 days and 4 nights ആയിട്ട് വരും. അപ്പോൾ ഇതൊരു നല്ല യാത്രയായിരിക്കും തന്നെയാണ് എൻ്റെ 100%. നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ യാത്ര അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനെക്കാട്ടിലും മനോഹരമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു യാത്ര. അപ്പോൾ നിങ്ങളും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക, പ്ലീസ് കം. ഞാൻ എന്നോടൊപ്പം യാത്ര ചെയ്യാൻ ഞാനുണ്ടാകും. ചിലപ്പോൾ അനുകുട്ടിയും പൊടുമോളും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ മാഞ്ചസ്റ്ററിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം പോലും കിട്ടില്ല. നമ്മൾ അടുത്ത യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ല. ഇപ്പോൾ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തീർന്നു, സൗണ്ടൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഞാൻ 2 കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക് കഴിച്ചു. പക്ഷേ ഇവിടെ ആൻറ്റിബയോട്ടിക് ഒന്നും ആരും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണെന്നാണ് പറഞ്ഞത്. അത് ഓട്ടോമാറ്റിക്കലി 2 ആഴ്ച കൊണ്ട് പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പോയതും ആകാം, ചിലപ്പോൾ അറിയില്ല. എന്നാൽ എനിക്കൊരു 12 ദിവസമെങ്കിലും എടുത്തിട്ടുണ്ടാവും എൻ്റെ ഈ ഒരു ആരോഗ്യ പ്രശ്നം മാറി കിട്ടാനായിട്ട്.
ഒരു 7-8 ദിവസം കിടപ്പ് തന്നെയായിരുന്നു. അപ്പോൾ എന്നെ കുറേ ഇഫക്റ്റീവായിട്ടുള്ള കുറച്ച് ദിവസം നഷ്ടപ്പെട്ടു എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. അതുപോലെ പുടുമോൾക്ക് ഒരു 7-8 ദിവസം കൊണ്ടാണ് പനി മാറി കിട്ടിയത്. ഭയങ്കര ചുമയും, മോൾക്ക് അങ്ങനെ പനിയൊന്നും അധികം വന്നിട്ടേ ഇല്ലാത്തൊരു കുഞ്ഞാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 3-4 മാസമൊക്കെ ഉള്ളപ്പോൾ ഒരു അസുഖം വന്നിട്ടുള്ളതേ ഉള്ളൂ. ഈ അടുത്ത കാലത്തൊന്നും വന്നില്ല. പക്ഷേ ഇതൊരു ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. മോള് കിടപ്പായിപ്പോയി. അതുപോലെ അനുക്കുട്ടിയും എല്ലാവരും. ഇവിടെ കുഞ്ഞുങ്ങളിൽ 1-2 പേർക്ക് സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ വെക്കേഷനും കൂടെയൊക്കെ അല്ലേ, അവർ സ്കൂൾ അടയ്ക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വയ്യാണ്ട് വന്നിരുന്നു, വൈറൽ ഫീവറൊക്കെ ആയിട്ട്. പക്ഷേ അവർക്കെല്ലാം ഇമ്മ്യൂണിറ്റി കുറച്ചുകൂടെ ഓക്കെയാണ്. കാര്യം ഇവിടെ ജീവിക്കുന്നവരായതുകൊണ്ട് അവർക്ക് ഇതായിക്കഴിഞ്ഞു, ബോഡി ഇമ്മ്യൂൺ ആയിക്കഴിഞ്ഞു. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് പെട്ടെന്നൊന്നും, പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയും എല്ലാം കൂടി വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പം ആക്ച്വലി -1 -2 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത് പുറത്ത് രാത്രി. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇനി അധികം ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടാകും. അപ്പോൾ വിൻ്റർ ഇൻ മാഞ്ചസ്റ്റർ ഏതാണ്ട് തീർന്നു. ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൊണ്ട് അധികം ദിവസം ഉണ്ടാവില്ല, അടുത്ത് തന്നെ തിരിച്ചെത്തും. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോസ് വരാനുണ്ട്. 1-2 വീഡിയോയും കൂടെ വരും. ഞാൻ കുറച്ചുകൂടെ ജോലിയൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല, ആരോഗ്യമൊക്കെ തിരിച്ചു വന്ന സ്ഥിതിക്ക് കുഴപ്പമില്ല. ഇടയ്ക്ക് വെളിയിലൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഷോപ്പിങ്ങും അതൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടി. സൗണ്ടൊക്കെ മാറി ഓൾറൈറ്റ് ആയപ്പോൾ ഇറങ്ങി തുടങ്ങി. എന്തായാലും ഇതൊരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തിരിച്ചെത്തി കഴിയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് പാർവതിയെയും കുഞ്ഞുങ്ങളെയും അശ്വിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. അത് ഡെഫിനറ്റ് ആണല്ലോ. നമ്മുടെ കുട്ടികൾ ഇവിടെയാണ്, ഒരു സെക്ഷൻ ഇവിടെ, ഒരു പിന്നെ വിഷ്ണുവാണ് ഈ ദുബായിൽ, അനുക്കുട്ടി മോളും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഏക ആശ്വാസം. പിന്നെ എന്താ പറയുക, അവർ തിരിച്ചും പൊടുമോളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. പോയി കഴിയുമ്പോൾ ഞങ്ങളെ എല്ലാവരും മിസ് ചെയ്യും. അപ്പോൾ എന്തായാലും ദാറ്റ് ഇസ് ലൈഫ്. ഓക്കെ, വരണം പോകണം. പിന്നെ ഇനി ഇനി എപ്പോഴാണ് വരുന്നതെന്നൊന്നും ഞാൻ തീരുമാനിച്ചില്ല. വരേണ്ടി വരും. ഇനി ഇടയ്ക്ക് വന്നാലേ കാണാൻ പറ്റുള്ളൂ. അടുത്ത വർഷം ഇവരെല്ലാം നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, കുട്ടികളെല്ലാവരുമായിട്ട്. എല്ലാവരും കൂടി വരിക എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് എക്സ്പെൻസ് ആണ്. പിന്നെ അത്രയും ദിവസത്തെ ലീവ് അടുപ്പിച്ച് കിട്ടണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വെക്കേഷനൊക്കെ ആകുമ്പോൾ സ്കൂൾ അടയ്ക്കുന്ന സമയം ടിക്കറ്റ് റേറ്റ്സും ഭയങ്കര ഹൈ ആണ്. എന്നാലും വന്നല്ലേ പറ്റുള്ളൂ. എപ്പോഴും അതും അവരങ്ങോട്ടും വരുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ അല്ല, സോറി, 2025, ഈ വർഷം തന്നെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ക്രാബി ആൻഡ് ഫുക്കറ്റ് യാത്രയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ, ബുക്ക് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് നമ്പറിലേക്ക് വിളിക്കുക. ഈ നമ്പറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാകും. വിളിച്ചാൽ മതി. അത് ഇന്ത്യൻ നമ്പർ തന്നെയാണ്. വിളിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്തോളൂ. കുറച്ച് സീറ്റ്സും കൂടി ചിലപ്പോൾ അവൈലബിൾ ആകും. ഇനി കപ്പിളാണെങ്കിലും കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ, കുട്ടികളായിട്ട് വരണമെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം നമ്മുടെ ലേഡീസ് ഉള്ള ട്രിപ്പിൽ. ഓക്കെ, അപ്പോൾ സന്തോഷം. ഇതും കൂടി ഇൻഫർമേഷൻ, ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് തരാനാണ് ഞാൻ വന്നത്. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമെങ്കിൽ വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.